കേരളത്തിലെ 14 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിലും കുറെ നാളുകളായി ഭരണരംഗത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള പ്രതിസന്ധിക്ക് ഒരറുതി വരാൻ സാധ്യതയുള്ളതിന്റെ ചില സൂചനകളാണ് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ പ്രധാനമായി 2 സർവകലാശാലകളുടെ കാര്യത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചില നിരീക്ഷണങ്ങൾ സാന്ദർഭികമായി നടത്തിയിരിക്കുന്നത്. അന്തിമമായ ഉത്തരവ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഈ അടുത്ത കാലത്ത് നിയമിക്കപ്പെട്ട താൽക്കാലിക വൈസ് ചാൻസലർമാരുടെ നിയമനം ചട്ടവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിന്റെ സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. ഗവർണർ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ടാണ് ഈ 2 സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ചത് എന്നതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ആക്ഷേപം. ആ ആക്ഷേപത്തിന് അടിസ്ഥാനമായി സർക്കാർ സൂചിപ്പിക്കുന്നത് ഈ 2 സർവകലാശാലകൾക്ക് ബാധകമായി നിലവിലിരിക്കുന്ന ആക്ടിലെ ചില വ്യവസ്ഥകളാണ്. സർക്കാരിന്റെ വാദം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സർക്കാരുമായി ആലോചിക്കാതെ ചാൻസലർക്ക് ഏകപക്ഷീയമായി ഈ സർവകലാശാലകളിൽ താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ വൈസ് ചാൻസലറെ നിയമിക്കാൻ പാടില്ല. സർക്കാർ കൊടുക്കുന്നതായിട്ടുള്ള ചില പട്ടിക അനുസരിച്ച് ആ പട്ടികയിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന പരിമിതമായിട്ടുള്ള അധികാരം മാത്രമേ ചാൻസലർ നിക്ഷിപ്തമായിട്ടുള്ളൂ എന്ന് നിലവിലിരിക്കുന്ന ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ മുൻപൊരിക്കൽ നടത്തിയതായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ ഭരണസംബന്ധമായ പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഇടപെടാനായി ചാൻസലർക്ക് അധികാരമുണ്ട് എന്ന സൂചന നൽകിയിട്ടുണ്ട്. ആ ഒരു സൂചനയും ആ ഒരു നിർദ്ദേശവും ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലെ സർവകലാശാലയുടെ ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർ ഈ 2 സർവകലാശാലകളിൽ നിയമനം നടത്തിയത്. എന്തായാലും ഇന്ന് ആ കേസിനെ സംബന്ധിച്ചുള്ള വാദം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്, നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്, ആവർത്തിച്ച് പറഞ്ഞത്, ഏത് സംസ്ഥാനത്തെ ഏത് സർവകലാശാല സംബന്ധിച്ച നിയമമാണെങ്കിലും ശരി, അതിന്മേൽ ഏതെങ്കിലും തരത്തിലൊരു സംശയമോ വിവാദമോ ഉണ്ടായിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളുമായിരിക്കും അന്തിമമായിട്ടുള്ളത് എന്നതാണ്. അങ്ങനെ വരുമ്പോൾ സർവകലാശാല ധനസഹായ കമ്മീഷൻ UGC 2018 പുറപ്പെടുവിച്ചായിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധി വരുമ്പോൾ തക്കതായ ഇടപെടൽ ചാൻസലർ നടത്തുന്നതിൽ തെറ്റില്ല എന്നും അതുകൊണ്ട് ഭരണ പ്രതിസന്ധിക്ക് ഒരു താൽക്കാലികമായി എങ്കിലും ശമനം ഉണ്ടാകുമെന്നും എന്ന സതുദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്, സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള ആശയക്കുഴപ്പമുണ്ടായത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ അവരെ യഥാർത്ഥത്തിൽ യോഗ്യതയുള്ളവരെ കണ്ടെത്തുന്നതിനായി ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം എന്നുണ്ട്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 2018 UGC പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു സെർച്ച് കമ്മിറ്റിയെ ആര് നിയമിക്കണം എന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടില്ല. ഇതാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഈ പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണം. സെർച്ച് കമ്മിറ്റി ചാൻസലറാണോ നിയമിക്കേണ്ടത് അതോ സംസ്ഥാന ഗവൺമെന്റ് ആണോ നിയമിക്കേണ്ടത് എന്ന തർക്കം, അവ്യക്തത നിലനിൽക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായത്. അതുകൊണ്ട് സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം തന്നെ തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിലെ 12 സർവകലാശാലകളിലുമുണ്ട്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി സർവകലാശാലകളുടെ ഭരണരംഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാലും അധിക പറ്റാവുകയില്ല. ഇപ്പോൾ എന്നാൽ ഇന്ന് നടത്തിയതായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ
വളരെ അത്ഭുതകരം എന്ന് പറയട്ടെ, അപ്രതീക്ഷിതം എന്ന് പറയട്ടെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയാണ്, ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ സെർച്ച് കമ്മിറ്റി ഞങ്ങൾ രൂപീകരിക്കാം. ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ദൂരവ്യാപകങ്ങളായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാവുന്ന ഒരു നിരീക്ഷണം കൂടി ആണ് എന്ന് പറഞ്ഞാൽ അതും അധികം പറ്റാവുകയില്ല. കാരണം നിലവിലുള്ള സർവകലാശാല നിയമങ്ങൾ അനുസരിച്ച് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് പരമ്പരാഗതമായി സ്വീകരിച്ചു പോരുന്ന ഒരു രീതി, സാധാരണ കേരള ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ ഒരു 3 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് അവർ തക്കതായിട്ടുള്ള ആളുകളെ ലിസ്റ്റ് തയ്യാറാക്കി ചാൻസലർക്ക് സമർപ്പിക്കുകയും ചാൻസലർ അതിൽ നിന്ന് സർവ്വതാ യോഗ്യനായിട്ടുള്ള ആളിനെ വൈസ് ചാൻസലറായി നിയമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ട 3 പേരുള്ള സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ട അംഗങ്ങൾ എന്ന് പറയുന്നത്, 1 ചാൻസലറുടെ പ്രതിനിധി, 2 അതാത് സർവകലാശാലയുടെ പ്രതിനിധി, 3 UGCയുടെ പ്രതിനിധി. ആ തരത്തിലാണ് ചില സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റിയുടെ ഘടന വിഭാവനം ചെയ്തിട്ടുള്ളതും. അങ്ങനെയാണ് കുറെ കാലങ്ങളായി സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത്. എന്നാൽ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സർവകലാശാല ഭരണത്തിൽ യഥാർത്ഥത്തിൽ സ്വയംഭരണാവകാശമുള്ള സ്ഥാപനങ്ങളാണ് സർവകലാശാലകൾ. അത് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടവയാണ്. എന്നാൽ പിണറായി സർക്കാരിന്റെ കാലം വന്നപ്പോൾ CPMന് ഈ സർവകലാശാലകളുടെ ഭരണത്തിൽ കൈകടത്തണമെന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം നടപ്പാക്കുന്നതിന് ചില സൂചനകൾ നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചില വകുപ്പുകളും ചട്ടങ്ങളും ഒക്കെ ചില കാലങ്ങളിലായി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. 2ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ അവസ്ഥ കൂടുതൽ ഗുരുതരമായത്. ഇപ്പോൾ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഗവർണർ ആർലേക്കറിന് മുൻപിരുന്ന ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നപ്പോൾ മുതൽ യഥാർത്ഥത്തിൽ സർവകലാശാല ഭരണത്തിൽ ഈ സർക്കാർ ഇടപെടുന്നതിനെ ശക്തമായി അദ്ദേഹം എതിർക്കുകയുണ്ടായി. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ചാൻസലർ എന്ന പദവിയിൽ ഇരിക്കുന്ന ഗവർണറും ഭരിക്കുന്ന സർക്കാരും തമ്മിൽ ഈ വിഷയത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായത്. അതിനുശേഷമാണ് ഇവിടുത്തെ സർവകലാശാലകളുടെ പ്രവർത്തനം ആകെ കൂടെ തകരാറിലായതും ആ അവസ്ഥ ഇപ്പോൾ തുടരുന്നത്. എന്നാൽ ചാൻസലർ അല്ലെങ്കിൽ ഗവർണർ മാറി വന്നപ്പോഴും നേരത്തെ ഗവർണർ സ്വീകരിച്ചതായിട്ടുള്ള നിലപാടിൽ നിന്ന് കുറെ കൂടെ കാർക്കശ്യത്തോടു കൂടിയാണ് നിലവിലുള്ള ഗവർണർ സർവകലാശാല ഭരണത്തിൽ ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് മേൽക്കോയ്മ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാല ഭരണത്തിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ഭരണ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അധ്യാപകരായി നിയമിക്കുന്നതിനുമൊക്കെ CPM നടത്തുന്ന വളരെ വളരെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള നീക്കങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന പൊതുവികാരവും അതേ കാഴ്ചപ്പാട് തന്നെ പുതിയ ഗവർണർ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടാതെ പോകുന്നത്. അടിസ്ഥാനപരമായി ഇവിടെ വേണ്ടത് സർവകലാശാലകളെ സ്വയംഭരണ സ്ഥാപനങ്ങളായി വിട്ടുകൊടുക്കണം. അതിനുള്ളിൽ ഭരിക്കുന്ന സർക്കാർ, അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, ആവശ്യമില്ലാതെ അതിന്റെ ഭരണത്തിൽ ഇടപെട്ടുകൊണ്ട് തങ്ങളുടെ വാലാട്ടികളായിട്ടുള്ള ആളുകളെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതിന് നീക്കം നടത്തുന്നത് ഒരിക്കലും സർവകലാശാലകളുടെ പ്രവർത്തനത്തിന് യോജിച്ചതല്ല. കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ് സർവകലാശാലകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നതായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണ പ്രകാരം ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിലുള്ള അവ്യക്തത ഒരളവിൽ മാറാൻ പോകുന്നതായി മനസ്സിലാക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഗവർണറും അതായത് ചാൻസലർ എന്ന പദവിയിൽ ചാൻസലറും ഗവൺമെന്റും 4 പേരുകൾ വീതം സുപ്രീം കോടതിക്ക് നൽകണം. അതോടൊപ്പം തന്നെ UGC ഒരു പ്രതിനിധിയുടെ പേര് നിർദ്ദേശിക്കണം. അങ്ങനെ ചാൻസലറും ബന്ധപ്പെട്ട ഗവൺമെന്റും UGC നൽകുന്നതായ പട്ടികയിൽ നിന്ന് ഒരു സെർച്ച് കമ്മിറ്റിയെ
ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമിക്കുകയും ആ സെർച്ച് കമ്മിറ്റി ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഏറ്റവും യോഗ്യരായിട്ടുള്ള ഒരു സർവകലാശാലയുടെ അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ പ്രാപ്തിയുള്ള അക്കാദമിക വീക്ഷണമുള്ള പ്രൊഫസറും മറ്റുമൊക്കെയായി ഗവേഷണത്തിലുമൊക്കെ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക നൽകണം. ആ പട്ടികയിൽ നിന്ന് ചാൻസലറായിട്ടുള്ള ഗവർണർ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളുകളെ വൈസ് ചാൻസലറായി നിയമിക്കുകയും ചെയ്യും എന്ന് പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ പുതുതായി ചാൻസലറെ പൂർണ്ണമായി പിടിമുറുക്കുന്നതിനായും ചാൻസലറുടെ മേലുള്ള ചാൻസലർക്കുള്ള അധികാരങ്ങൾ വെട്ടിത്തിരുത്തുന്നതിനുമായി ഏറ്റവും ഒടുവിൽ അറ്റകൈയായി പിണറായി സർക്കാർ കൊണ്ടുവന്ന ഡിജിറ്റൽ സർവകലാശാലയെ സംബന്ധിക്കുന്ന ഒരു ഓർഡിനൻസ് ഒരർത്ഥത്തിൽ ആയി പോകാൻ സാധ്യതയുണ്ട് എന്നത് ഈ സർക്കാരിനേറ്റ മറ്റൊരു തിരിച്ചടിയായി തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ ഗവർണർ ചാൻസലറായിരിക്കുന്ന ആ നിലപാട് ഒട്ടും സ്വീകാര്യമല്ലെന്നും ഗവർണർക്ക് ചാൻസലർ എന്ന നിലയിലുള്ള അധികാരത്തിൽ കൂച്ചുവിലം കിടക്കണമെന്നും ചങ്ങലകൾ ഇടണമെന്നുമുള്ള ദുഷ്ടലാക്കോടുകൂടിയും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വൈസ് ചാൻസലറായി നിയമിക്കണമെന്നുള്ള ഗൂഢമായ രാഷ്ട്രീയ ലക്ഷ്യവും കൊണ്ടാണ് ഈ ഓർഡിനൻസുമായി രംഗത്ത് വന്നത്. ഓർഡിനൻസ് തന്നെ നിയമമാകണമെന്നുണ്ടെങ്കിൽ ഗവർണർ ഒപ്പിട്ടെങ്കിൽ മാത്രമേ നിയമം സാധ്യതയുള്ളൂ. അപ്പോൾ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു ഓർഡിനൻസ് ഗവർണർ ഒപ്പിടുക എന്ന് പറയുന്നതിനകത്തുള്ള ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യമെല്ലാം ഇപ്പോൾ നീങ്ങത്തക്ക രീതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചിരിക്കുകയാണ്. ഈ നിർദ്ദേശത്തെ സർവാത്മന ചാൻസലറുടെ അഭിഭാഷകൻ സ്വീകരിച്ചിട്ടുണ്ട്, UGC സ്വീകരിച്ചു. എന്നാൽ കേരള സർക്കാരിന്റെ അഭിഭാഷകനാകട്ടെ അല്പം കൂടി സമയം വേണം എന്ന് പറഞ്ഞ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് നാളെ വരെയുള്ള സമയം നേടിയിരിക്കുകയാണ്. സ്വാഭാവികമായി സർക്കാരിന്റെ വക്കീൽ സർക്കാരിന്റെ അഭിപ്രായം തേടാനാണ് സമയം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം സർക്കാരിന്റെ അഭിപ്രായം എന്തായിരുന്നാലും ശരി സുപ്രീം കോടതിയുടെ അടിസ്ഥാനപരമായ നിർദ്ദേശത്തിൽ നിന്ന് മാറാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട കോടതി തയ്യാറാവുകയില്ല. എന്നാലും സാമാന്യ സ്വാഭാവിക നീതി എന്ന രീതിയിൽ ഈ സർക്കാരിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് 24 മണിക്കൂർ സമയം കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഇനിയും വരാൻ പോകുന്ന അന്തിമമായ ഉത്തരവ് കേരളത്തിന്റെ സർവകലാശാലകളുടെ ഭരണരംഗത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് അയവ് വരുമെന്നും നേരത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതുപോലെ സ്ഥിര നിയമനങ്ങൾ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ തസ്തിക ഉണ്ടാകത്തക്കവണ്ണം നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് കൂടുതൽ ബലപ്പെട്ടു വരികയാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് കേരളത്തിലെ സർവകലാശാലകളുടെ ഭരണരംഗത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഒരുപക്ഷെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഈ സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൂടുതൽ കേസുകളുമായി മുന്നോട്ട് പോയേ ഇപ്പോൾ തന്നെ വളരെയേറെ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരിക്കുന്ന കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതലായി പ്രതിസന്ധികളിലേക്ക് നയിച്ചാൽ പൊതുസമൂഹവും മാധ്യമങ്ങളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയില്ല. അതൊരു മുന്നറിയിപ്പായി ഈ സർക്കാരിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വികാരങ്ങളെ മാനിക്കുക എന്ന മൗലികമായ ധർമ്മം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് പാലിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കഷ്ടിച്ച് 8 മാസം കൂടി മാത്രം ഭരിക്കാൻ അവസരമുള്ള സമയമുള്ള ഈ സർക്കാരിന് ഇനിയും ഈ വിദ്യാർത്ഥികളുടെ ജീവിതം വിട്ട് പന്താടുന്നത് മറ്റുള്ള ആളുകൾ സമൂഹം കണ്ടുകൊണ്ടിരിക്കുമെന്ന് കരുതുന്നത് ശരിയല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് ഖണ്ഡിതമായി വൈകാതെ പുറപ്പെടുവിക്കുമെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനുള്ള ഒരു വിശാല മനസ്ഥിതി ബഹുമാനപ്പെട്ട കേരള സർക്കാരും ബഹുമാനപ്പെട്ട ചാൻസലറായ ഗവർണറും കാട്ടുന്നില്ല എന്നെങ്കിൽ സംഗതികൾ കൂടുതൽ ഗുരുതരമാകും. അത് കാട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ഉന്നത പഠനത്തിന് വേണ്ടി പരക്കം പായുന്ന
ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി ബിരുദ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെയൊക്കെ ജീവിതം വിട്ട് പന്താടുന്നത് ചാൻസലർ ആണെങ്കിലും ശരി, മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും ശരി, അവർക്കാർക്കും യോജിച്ചതല്ല എന്ന് അനുസ്മരിപ്പിക്കാൻ കൂടിയാണ് ഈ ഒരു സാഹചര്യത്തെ നമ്മൾ ഇപ്പോൾ വിലയിരുത്തുന്നതും കാണുന്നതും.